ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ദൈവം ആത്മാവാകുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും ആകുന്നു. അങ്ങിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി സ്നേഹിക്കാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്താനും പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. ദൈവത്തിന് സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതത്തിലെ 29ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനക്രമം 6-ാം പുറം, സ്തുതിലിതാനി 4-ാം ഭാഗം. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ചു ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവിടുത്തെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവിടുന്ന് സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവിടത്തേക്കുള്ളവ. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. കരയെയും തിരുക്കരങ്ങൾ മെനഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു, നാമോ അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകളും തന്നെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന്
നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണവുമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവിടുന്ന് ധാരാളം ക്ഷമിക്കും. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കയില്ല. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെയും കുറവുകളെയും ആത്മാർത്ഥതയോടെ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. ഒരു പുതിയ ജീവിതത്തിനായി നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്താം. ആരാധനക്രമം 9-ാം പുറത്തെ അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെപ്പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോടെ അങ്ങിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങയെ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായിച്ചു കളയുന്നു. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പാപക്ഷമയ്ക്കായി പുതിയ ജീവിതാനുഭവത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രമർപ്പിക്കാം. ആരാധനക്രമം 14-ാം പുറത്തെ പൊതുവായ സ്തോത്രം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വവുമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്കു വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുൻപാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. ക്രിസ്തീയ ഗീതത്തിലെ 191-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. Amen.
സങ്കീർത്തനം 116 നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 116. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്ക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്കു പറയുന്നു എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുകെ കഴിക്കും. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിലും യെരൂശലേമിൽ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. യഹോവയെ സ്തുതിപ്പിൻ. ആരാധനക്രമം 20-ാം പുറത്തിലെ കൽപ്പനകൾ. നമ്മുടെ ദൈവമായ കർത്താവ് പണ്ട് തൻ്റെ ജനങ്ങൾക്ക് താഴെ വരുന്ന കൽപ്പനകൾ കൊടുത്തു പറഞ്ഞതെന്തെന്നാൽ, യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, എൻ്റെ മുൻപാകെ അന്യദൈവങ്ങൾ നിനക്കുണ്ടായിരിക്കരുത്. നിനക്കായി ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കി നീ അതിനെ കുമ്പിടുകയെങ്കിലും അതിനെ സേവിക്കുകയെങ്കിലും അരുത്. നീ നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. എന്നാൽ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. നിന്റെ പിതാവിനെയും നിന്റെ മാതാവിനെയും ബഹുമാനിക്ക. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, മോഹിക്കരുത്. കർത്താവായ യേശു തൻ്റെ ഉപദേശത്തിൽ അരുളി ചെയ്തത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നത് മുഖ്യ കൽപ്പനയാകുന്നു. രണ്ടാമത്തേത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നു തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഇന്നത്തേക്കുള്ള പഴയ നിയമവേദഭാഗം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ.
ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണം എന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അതിനു മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നതെന്ത്? മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. എന്നാൽ ഞാൻ മിസ്രയീമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും. അവർ ഇവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോനിലും അവൻ്റെ സകല സൈന്യത്തിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രയീമ്യർ അറിയും. അനന്തരം ഇസ്രായേല്യരുടെ സൈന്യത്തിനു മുൻപായി നടന്ന ദൈവദൂതൻ അവിടെ നിന്നു മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്നു മാറി പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേല്യരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവും ആയിരുന്നു. ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. ഇന്നത്തേക്കുള്ള സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. ആരാധനക്രമം 22-ാം പുറത്തെ അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഏകാഗ്രമാക്കാം. ഒരു നിമിഷം മൗനമായി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം. ദൈവത്തെ ആരാധിക്കുന്നതിന്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. ലോകമെമ്പാടും COVID-19 എന്ന രോഗവുമായി ബന്ധപ്പെട്ട് പലവിധ പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടുകളിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി,
ദൈവിക സൗഖ്യത്തിനായി, ദൈവിക കൃപകൾക്കായി, നമ്മെ നിലനിർത്തുന്ന, നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ മുഖാന്തരങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ നമ്മെ നടത്തുന്ന ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുടനീളം അനുഭവിക്കുന്നതിനു വേണ്ടി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കുന്നതിനായി അപേക്ഷിക്കാം. ഈ നാളുകളിൽ തൊഴിൽ നഷ്ടപ്പെട്ട് വേദനയോടെ ആയിരിക്കുന്നവരുണ്ട്. ശാരീരികമായ ബലഹീനതയിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. മറ്റു പലവിധ വേദനയിലും പ്രയാസത്തിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. രോഗികളായി അവശതയിലായിരിക്കുന്ന നമ്മുടെ എല്ലാവരെയും ദൈവം സൗഖ്യമാക്കുന്നതിനായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുന്ന നമ്മുടെ സഹോദരങ്ങളെ, കുടുംബങ്ങളെ നമുക്ക് ഓർക്കാം. സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം. യുവതി യുവാക്കളെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിക്കാം. കുടുംബസ്ഥരെ നമുക്ക് ഓർക്കാം. വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങളിലും പ്രയാസങ്ങളിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. എല്ലാവരുടെ മേലും ദൈവകൃപ വ്യാപരിക്കുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സഭയുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കുന്നതിനായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ നാളുകളിൽ നാം ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ഓരോ വ്യക്തികളുടെ മേലും പകരപ്പെടുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. തിരുവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ നല്ല വാഗ്ദാനങ്ങളെയും നമുക്ക് ഓർക്കാം. ഒരു ദോഷവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കയില്ല എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. അവൻ നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ ദേശത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ മഹാമാരിയിൽ നിന്നും ദൈവം നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ദേശത്തെ, നമ്മുടെ ജില്ലയെ, നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ, ആഗോള സമൂഹത്തെ വിടുവിക്കുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ രോഗവ്യാപനം തടയുന്നതിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ഡോക്ടർമാർക്കായി, ആരോഗ്യ പ്രവർത്തകർക്കായി, ശുചീകരണ തൊഴിലാളികൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പോലീസുകാർക്കായി പ്രത്യേകാൽ നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റ് വിവിധ തരത്തിൽ ഈ നാളുകളിൽ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ, ദേശത്തിൽ വേദനയോടെ, ഭാരത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കാം. വിദൂരങ്ങളിലായിരിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഒക്കെ നമുക്ക് ഓർക്കാം. അനാഥരായി, വിധവമാരായി നമ്മുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. ഗർഭിണികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയും മാറ്റമില്ലാത്ത സ്നേഹവും എല്ലാവരുടെ മേലും പകരപ്പെടുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആലയത്തിലെ സംഘടനകളെ, മറ്റു പ്രവർത്തനങ്ങളെ എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിനായി പ്രാർത്ഥനയോടെ ഒരുങ്ങിയായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റ് വിവിധ ആവശ്യഭാരങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, പരിമിതികളിലായിരുന്നു കൊണ്ട്, നിയന്ത്രണങ്ങളിലായിരിക്കുന്ന അടിയങ്ങൾക്ക് കർത്താവെ, വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് അവിടുത്തെ നാമത്തിൽ കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവമേ അവിടുത്തെ സന്നിധിയിൽ വിനയപ്പെടുത്തുന്നതിന് ഞാൻ നൽകിയിരിക്കുന്ന നല്ല സാഹചര്യത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്നത്തെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ അവിടുത്തെ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ ആരെങ്കിലും ആയിരിക്കുകയാണെങ്കിൽ, വേദനയോടെ, പ്രയാസത്തോടെ ആരെങ്കിലും ഈ ആരാധനയിൽ പങ്കെടുക്കുകയാണെങ്കിൽ, ദൈവിക സമാധാനവും ദൈവിക കൃപയും എല്ലാവരുടെ മേലും പകരപ്പെടുന്നതിനു വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവേ. ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാ വിഷയങ്ങളെയും ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ കരുണയ്ക്കായി ഞങ്ങൾ തിരുമുൻപിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയും ദൈവമേ അങ്ങയുടെ സ്നേഹവും എല്ലാവരുടെ മേലും അവിടുന്ന് ചൊരിയുന്ന ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു.
ആലയത്തിലെ പ്രവർത്തനങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണം എന്നപേക്ഷിക്കുന്നു പിതാവേ. ആലയത്തിലെ എല്ലാ കുടുംബങ്ങളും കർത്താവെ സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആത്മധൈര്യത്തോടെ ഈ നാളുകളിലായിരിക്കുന്നതിന് അവിടുന്ന് സഹായിക്കണം എന്നപേക്ഷിക്കുന്നു പിതാവേ. വിദ്യാഭ്യാസത്തിലായിരിക്കുന്നവർ, പരീക്ഷ എഴുതി തുടർ പരീക്ഷകൾക്കായി കാത്തിരിക്കുന്നവർ, കർത്താവെ തൊഴിൽ നഷ്ടപ്പെട്ട് ദൈവമേ തൊഴിൽ മേഖലകൾ തുറന്നു ലഭിക്കുന്നതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ അവിടുത്തെ സമാധാനവും ദിവ്യ നടത്തിപ്പും കാവലും എല്ലാവരുടെ മേലും അവിടുന്ന് ചൊരിഞ്ഞ് ആശീർവദിക്കണം എന്നപേക്ഷിക്കുന്നു പിതാവേ. പ്രത്യേകിച്ച് നാഥ, ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന 25 മിഷണറിമാർക്കായി, അവരുടെ കുടുംബങ്ങൾക്കായി, അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങൾക്കായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഓരോരുത്തരുമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവെ അവിടുത്തെ കരുണയും സ്നേഹവും നൽകി അവിടുന്ന് വഴി നടത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. കർത്താവെ ഈ നാളുകളിലെ മഹാമാരിയോ മറ്റു ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ ഒന്നും ആരെയും അലട്ടാതെ വണ്ണം അവിടുന്ന് കാത്തുപരിപാലിക്കുന്ന ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു പിതാവെ. ദൈവമേ ഞങ്ങളുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവെ. ഈ നാളുകളിൽ അവിടുന്ന് ഞങ്ങളുടെ ദേശത്തിന് നൽകുന്ന ദൈവിക വിടുതലിനായി, സൗഖ്യത്തിനായി കർത്താവെ അവിടുന്ന് ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു പിതാവെ. തുടർന്നും അവിടുത്തെ സംരക്ഷണ വലയത്തിൽ ഞങ്ങളെ അവിടുന്ന് കാത്തു സൂക്ഷിക്കുന്ന ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു പിതാവെ. കർത്താവെ രോഗികളായി ദൈവമേ വിവിധ സ്ഥാനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു പിതാവെ. കർത്താവെ ഓരോരുത്തർക്കും ആവശ്യമായ സൗഖ്യവും ദൈവമേ അവിടുത്തെ വിടുതലും നൽകി അവിടുന്ന് കാത്തുപരിപാലിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും അവിടുന്ന് ചൊരിഞ്ഞ് വഴി നടത്തുന്ന ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ ഇന്നത്തെ ആരാധനയിൽ തിരുസാന്നിധ്യം ചൊരിഞ്ഞ ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ദൈവമേ. ആരാധനയിൽ വിവിധ രീതിയിൽ ഭാഗഭാക്കികളായ എല്ലാ അവിടുത്തെ ദാസർക്കായും സ്തോത്രം ചെയ്യുന്നു പിതാവെ. ദൈവമേ ഇന്ന് ഞങ്ങൾ കേൾക്കേണ്ടുന്ന വചനം അവിടുന്ന് ഞങ്ങൾക്ക് വാഴ്ത്തി അനുഗ്രഹിച്ചു തരണം. വചനം ശ്രവിച്ച് കർത്താവെ ഞങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തി അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങളുടെ ജീവിതയാത്ര തുടരുന്നതിന് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെല്ലാം വിനയപ്പെടുത്തുന്നു. ഈ നാളുകളിൽ ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ കർത്താവെ ദേശത്ത് നൽകി അവിടുന്ന് അനുഗ്രഹിക്കുന്ന ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു പിതാവെ. സർവ്വമാനവും മഹത്വവും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ദയയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗ്ഗത്തിൽ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടുത്തേക്കുള്ളതല്ലോ. ആമേൻ. ക്രിസ്തീയ ഗീതത്തിലെ 77-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. We're
ഇന്നത്തെ വചനധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചന ധ്യാനത്തിനായി തിരുമുമ്പിൽ അടുത്തു വരുന്ന ഞങ്ങളെ അവിടുത്തെ ദിവ്യമായ കരങ്ങളിൽ വഹിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ കൃപാസാന്നിധ്യം ഈ വചന ശുശ്രൂഷയിൽ അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വഴിയും സത്യവും ജീവനുമാകുന്ന അങ്ങയെ പിന്തുടരുവാൻ ഇന്നത്തെ വചനധ്യാനം മുഖാന്തരമാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വഴികൾ ബാരിക്കേഡ് കൊണ്ടും മണ്ണിട്ടും അടയ്ക്കുന്ന ഈ കാലത്ത് വഴിമുട്ടി നിൽക്കുന്നവരാണല്ലോ നമ്മിൽ പലരും. വഴികൾ സ്വതന്ത്രമായി യാത്ര ചെയ്യാനുള്ളതാണെന്ന ഇന്നലെ വരെയുള്ള ചിന്തകൾക്കിന്ന് മാറ്റം സംഭവിച്ചിരിക്കുന്നു. വഴികൾ യഥേഷ്ടം സഞ്ചരിക്കാനുള്ളതല്ലെന്ന മുന്നറിയിപ്പ്. എങ്ങനെയെന്നാൽ, നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം എന്തും ചെയ്യുന്നതിനുള്ള അവകാശമല്ല എന്നതുപോലെ ഇത്തരമൊരു കാലം നാം സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മാർഗതടസ്സങ്ങൾ അതിജീവിച്ച് അതിജീവനത്തിനായി ലക്ഷ്യത്തിലെത്താൻ ശ്രമിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ കടമ്പകൾ ഏറെയാണ്. എങ്ങും താഴിട്ട വഴികൾ, തഴുവിട്ട വഴികൾ. ഇവിടെയാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്ന വഴികളുടെ പ്രാധാന്യം. പ്രധാനമായി 2 വഴികളെക്കുറിച്ച് പറയുന്നു. ഒന്ന് സ്വർഗത്തിലേക്കുള്ള വഴി, 2 നരകത്തിലേക്കുള്ള വഴി. വേദപുസ്തകം പരാമർശിക്കുന്ന മറ്റു വഴികളെല്ലാം തന്നെ ഈ 2 വഴികളെ സാധൂകരിക്കുന്നവയാണ്. നിത്യതയിലേക്കുള്ള വഴി, നഷ്ടമാക്കിയ മനുഷ്യകുലത്തിന് ജീവൻ നൽകാൻ വന്ന ക്രിസ്തു പറയുന്നു, ഞാനാണ് വഴി. നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സന്ദർഭങ്ങളിൽ ഞാനാകുന്നു എന്ന് പ്രസ്താവന നടത്തിയ 7 സന്ദർഭങ്ങളുണ്ട്. ഇതിനെ ക്രിസ്തുവിൻ്റെ 7 അവകാശവാദങ്ങൾ എന്നാണ് അറിയപ്പെടുക. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു,
ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ക്രിസ്തുവിൻ്റെ 7 അവകാശവാദങ്ങളിൽ ഒന്നായ ഞാൻ തന്നെ വഴി എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. വഴി അല്ലെങ്കിൽ മാർഗം. മാർഗം എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഒരു മനുഷ്യൻ്റെ വഴി എന്നാണ് അർത്ഥം. ഒരു മനുഷ്യൻ്റെ ചിന്താരീതി എന്നും അതിനർത്ഥമുണ്ട്. എബ്രായ ഭാഷയിൽ ന്യായപ്രമാണമെന്നും ആന്തരിക പ്രേരണയെന്നും അർത്ഥമുണ്ട്. ഇവിടെ ജീവിത രീതിയെ സൂചിപ്പിക്കുന്നു. യേശു ശിഷ്യന്മാരോട് പറയുന്നു, ഞാനാണ് വഴി. ഇത് പറയുന്ന സന്ദർഭം പ്രത്യേകം ശ്രദ്ധേയമാണ്. പെസഹാനന്തരം ദൈവരാജ്യത്തെക്കുറിച്ചും അവിടേക്കുള്ള മാർഗത്തെക്കുറിച്ചും യേശു സംസാരിക്കുമ്പോൾ വളരെ ആത്മാർത്ഥതയോടെ തോമസ് ചോദിക്കുന്ന ചോദ്യമാണ്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? സംശയം മനുഷ്യ സഹജമാണ്. എന്നാലത് അറിവിൻ്റെ ആരംഭമാണ്. ശാസ്ത്രത്തിൻ്റെ ഉറവിടം പോലും സംശയമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇന്ന് ചിലർക്ക് സംശയം മാത്രമേ ഉള്ളൂ. സ്വന്തത്തെ പോലും വിശ്വസിക്കാനാകുന്നില്ല. ഇത്തരത്തിലുള്ള അധികമായ സംശയം ചികിത്സിച്ച് ഭേദമാക്കാനാകാത്ത മാരക രോഗമാണ്. അറിയുവാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹത്തെ ജിജ്ഞാസ എന്ന പദത്തിലാണ് സംഗ്രഹിക്കുക. ജിജ്ഞാസയിൽ നിന്ന് ഉളവാകുന്ന സംശയം നല്ലതാണ്. അത് വളർച്ചയുടെ ലക്ഷണവുമാണ്. മനസ്സിലാകാത്തത് മനസ്സിലായില്ലെന്ന് പറയുന്ന സ്വഭാവക്കാരനാണ് തോമസ്. നമ്മെക്കാൾ എത്രയോ നല്ലവനാണ് നമ്മുടെ ഈ തോമസ്. നമ്മളൊക്കെ എല്ലാം അറിയാം എന്ന് ഭാവിച്ചിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് പലപ്പോഴും 10ാം ക്ലാസ്സിൽ 10 പ്രാവശ്യം പരീക്ഷ എഴുതേണ്ടി വരുന്നതൊക്കെ അതുകൊണ്ടാണ്. എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ തോമസ് വലിയ കുറ്റക്കാരനായി ചിത്രീകരിക്കപ്പെടുന്നു. തോമസ് ഇവിടെ ചോദിക്കുന്നത് തോമസിന് വേണ്ടി മാത്രമല്ല, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. തോമസിൻ്റെ പ്രത്യേകത, കാര്യങ്ങൾ ആത്മനിഷ്ഠമായിരുന്നാൽ പോരാ, അത് വസ്തുനിഷ്ഠവും കൂടെ ആയിരിക്കണം. വസ്തുനിഷ്ഠം എന്ന് പറഞ്ഞാൽ നേത്രാധിഷ്ഠിതം, കണ്ണുകൾക്ക് കാണാൻ കഴിയും വിധം. അതുകൊണ്ടാണ് ക്രിസ്തു പ്രത്യക്ഷമായപ്പോൾ തോമസ് ഇല്ലാതിരുന്നിട്ടും തോമസ് ആവർത്തിച്ച് പറയുന്നു, എനിക്കവനെ കാണണം, അവൻ്റെ തിരുമുറിവുകൾ എനിക്ക് ദർശിക്കണം, എൻ്റെ കൈകൾ കൊണ്ട് അതിലൊന്ന് തൊടണം എന്ന് പറയുന്നത് തൻ്റെ വിശ്വാസം വസ്തുനിഷ്ഠവും കൂടെ ആയിരിക്കണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ്. വിശ്വാസം വസ്തുനിഷ്ഠവും കൂടെ ആകുമ്പോഴാണ് വിശ്വാസത്തിന് ദൃഢീകരണം സംഭവിക്കുക. യഹൂദന്മാരുടെ മൗലികമായ 3 സങ്കല്പങ്ങൾ യേശുവിലൂടെ പൂർണ്ണമാകുന്നു. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്നത്. ഇന്നത്തെ പഴയ നിയമ പാഠഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഇവിടെ നാം കാണുന്നത് വിസ്മയിപ്പിക്കുന്ന പാതയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വിസ്മയിപ്പിക്കുന്ന പാതയെക്കുറിച്ചുള്ള ഒരു വിവരണം അവിടെ നമുക്ക് കാണാനാകും. ദൈവജനമായ ഇസ്രായേൽ മോശെയെന്ന ജനനായകൻ്റെ, മോശെയെന്ന മഹാപുരുഷൻ്റെ നേതൃത്വത്തിൽ ചെങ്കടൽ അതിശയിക്കുന്ന മഹാസംഭവം അവിടെ വിവരിക്കുന്നു.
മുന്നിൽ ചെങ്കടൽ, അതായത് മാർഗതടസ്സം, പ്രതിസന്ധി, വഴിയില്ല എന്നർത്ഥം. ജനം ആകുലതയോടെ പ്രതീക്ഷയുള്ളിലൊതുക്കി മോശയെ നോക്കുന്നു. ഈ ജനത്തിൻ്റെ സമ്മിശ്രമായ പ്രതികരണം. ഈ സന്ദർഭത്തിൽ മോശ ദൈവമുഖത്തേക്ക് നോക്കുന്നു. ദൈവം മോശയോട് പറയുന്നു, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. യഹോവയായ ദൈവം മോശയോട് പറയുന്നു, നീ എന്തിനാണ് നിലവിളിക്കുന്നത്? നീ എന്തിനാണ് വിഹുലനാകുന്നത്? വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. അനുകൂലമായ കാറ്റുവീശി കടൽ പിൻവാങ്ങി ഉണങ്ങിയ വഴി തെളിയുന്നു. വഴിമുട്ടി നിന്ന ദൈവജനത്തിന് ദൈവം തുറന്നു നൽകിയ വിസ്മയത്തിൻ്റെ വഴി. ദൈവത്തോടൊപ്പമുള്ള യാത്ര വിസ്മയങ്ങളാണ്. പുതിയ വഴികളിലൂടെ അവിടത്തോടൊപ്പം നടക്കുമ്പോൾ വിസ്മയത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാനാകും. നാം നടക്കേണ്ടുന്ന വഴി ഈ വിസ്മയത്തിൻ്റെ വഴിയാണ്. ഒരു സന്ദർഭത്തിൽ മോശ ദൈവത്തോട്, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ദൈവത്തിൻ്റെ വഴി അന്വേഷിക്കുന്നവരോട് കൂടെ ദൈവം പ്രയാണം ചെയ്യുന്നു. ഇന്ന് നാം ദൈവത്തോട് കഴിക്കുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ആവലാദികളും പരിഭവങ്ങളും പങ്കുവയ്ക്കുന്നതിനുള്ളതല്ലെന്നോർക്കണം. ദൈവത്തിൻ്റെ വഴി അറിയുന്നതിന് ഉതകുന്നതാകണം നമ്മുടെ പ്രാർത്ഥനകൾ. നമ്മോട് കൂടെ കൂടാരമടിക്കുന്ന ദൈവം കൂടെ യാത്ര ചെയ്യുന്ന ദൈവമാണ്. യാക്കോബിൻ്റെ ഒളിവിടങ്ങളിലും അവിടുന്ന് കൂടെ സഞ്ചരിച്ചു. അബ്രഹാമിനാൽ പരിത്യജിക്കപ്പെട്ട ഹാഗറിൻ്റെ മരുഭൂമി യാത്രയിലും അവളോടൊപ്പം സഞ്ചരിക്കുന്ന ദൈവം. എന്തിന്? ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലേക്കൊന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അടിമച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് അപകട സാധ്യതകൾ നിറഞ്ഞ, വെള്ളമില്ലാത്ത, ഭക്ഷണമില്ലാത്ത അനിശ്ചിതത്വത്തിൻ്റെ ഊഷരഭൂമിയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പുതുപുത്തൻ പ്രഭാതം സ്വപ്നം കണ്ട് നടന്നു നീങ്ങുന്ന ഒരു ജനത. അവരുടെ ആകാംക്ഷകളും വേദനകളും ആരാണറിയുക? ആർക്കറിയണം? എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് അവരുടെ ആകാംക്ഷകളും നെടുവീർപ്പുകളും അവരുടെ വേദനകളും അറിഞ്ഞുകൊണ്ട്, ആ നെടുവീർപ്പുകൾ ഒപ്പിയെടുത്തുകൊണ്ട് അവർക്കൊപ്പം, അവർക്ക് മുമ്പായി സഞ്ചരിക്കുന്ന, പാതയൊരുക്കുന്ന യഹോവയായ ദൈവം. ഒരു സത്യം നമ്മെ പഠിപ്പിക്കുന്നു. പ്രതിസന്ധികളിലും മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വഴികളെ കാണാൻ സാധിക്കുന്നത് അവനോടൊപ്പം സഞ്ചരിക്കുന്നവർക്ക് മാത്രമാണ്. ഞാൻ ആവർത്തിക്കട്ടെ, പ്രതിസന്ധികളിലും മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വഴികളെ കാണാൻ സാധിക്കുന്നത് അവനോടൊപ്പം സഞ്ചരിക്കുന്നവർക്കാണ്. ഇസ്രായേൽ ജനം ഉണങ്ങിയ പാതയിലൂടെ നടന്നു കയറുന്നു. ഫറവോനും സൈന്യവും അതേ പാതയിൽ നശിക്കുന്നു. ഒരു വഴി തന്നെ ചിലർക്ക് ജീവൻ്റെ വഴിയും മറ്റു ചിലർക്ക് മരണത്തിൻ്റെ വഴിയുമായി മാറുന്നു. അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഒരു വഴി തന്നെ ചിലർക്ക് ജീവൻ്റെ വഴിയും മറ്റു ചിലർക്ക് മരണത്തിൻ്റെ വഴിയും. സദൃശവാക്യം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. സുവിശേഷ ഭാഗം
നമ്മെ ഓർപ്പിക്കുന്ന രണ്ട് വഴികൾ ഇവിടെ വളരെ പ്രാധാന്യമർഹിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക: ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇവിടെ പറയുന്ന രണ്ട് വഴികൾ, വിശാലമായ വഴി, ഇടുക്കുവഴി. വിശാലമായ വഴി എന്നാൽ നാശത്തിലേക്കുള്ള വഴി. ആമുഖമായി നമ്മൾ പറഞ്ഞതുപോലെ നരകത്തിലേക്കുള്ള വഴി എന്നാണ് അർത്ഥം. പത്രവാർത്തകൾ ശ്രദ്ധിച്ചാൽ ദേശീയ പാതകളിലാണ് വാഹന അപകടങ്ങൾ കൂടുതലും. വിശാലത കൂടുന്തോറും അപകട സാധ്യതകൾ വർദ്ധിക്കുന്നു. റോഡിൽ പാലിക്കേണ്ട ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നില്ല. ഇവിടെ സുഖലോലുപത വിശാലതയുടെ പര്യായമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ സുഖലോലുപതയിൽ രമിച്ച് പുളച്ചു ജീവിച്ച മുടിയൻ പുത്രൻ എന്ന് നമ്മൾ ഓമനപ്പേർ നൽകുന്ന ഒരു വ്യക്തിയെ നമുക്കവിടെ കാണാം. തൻ്റെ പിതാവിൽ നിന്ന് തനിക്ക് ലഭിച്ച പൊൻകിഴിയുടെ നേട്ടത്തിൽ പ്രിയ പിതാവിനെ ധിക്കരിച്ച് ഉന്മത്തനായി പുറപ്പെട്ടു പോകുന്നു. തെറ്റായ പാതകളിലൂടെ സഞ്ചരിക്കുന്നു. ഇരുണ്ട വഴികളിലൂടെ അപഥസഞ്ചാരം ചെയ്യുന്നു. പ്രലോഭനങ്ങൾ അവനെ കീഴ്പ്പെടുത്തി. മദ്യപനും ചൂതാട്ടക്കാരനുമായി മാറുന്നു. ഇപ്പോൾ ഈ മനുഷ്യനെ നമ്മൾ കാണുന്നത് തിന്മയുടെ മനുഷ്യരൂപം പൂണ്ടവനായിട്ടാണ് നമ്മൾ കാണുന്നത്, തിന്മയുടെ ആൾ രൂപം. എന്നാൽ ഈ പ്രവൃത്തികൾ തൻ്റെ സ്വത്വത്തെ, തൻ്റെ മുക്തഭാവത്തെ ഹോമിക്കുന്നു എന്നവൻ അറിയുന്നില്ല. ഇപ്പോഴിതാ പൊൻകിഴിക്കെട്ടിൻ്റെ ചരടറ്റുപോയി. ചുറ്റും കൂടിയ അഭിലാഷങ്ങൾ അവനോട് വിട പറഞ്ഞു. തോളത്ത് കൈയിട്ട് നടന്ന സ്നേഹിതർ ഉപേക്ഷിച്ചു. മോഹസ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു. അവനുണ്ടാകുന്ന ബോധോദയത്തെക്കുറിച്ച് മഹാകവി ചെറിയാൻ പറയുന്ന വരികൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇപ്പോഴിതാ പ്രാപഞ്ചിക സത്യങ്ങളെ കണ്ട് കൺ തുറന്നു നിൽക്കുന്ന മുടിയൻ പുത്രൻ, നിലാവിൽ അഴിച്ചുവിട്ട കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ അർത്ഥപ്രജ്ഞനായി നിൽക്കുന്ന മുടിയൻ പുത്രൻ. അവൻ്റെ അന്തർഗതത്തെ കവി ഇങ്ങനെയാണ് വിവരിക്കുക: ആരാമ ഭംഗി പകർന്നതെല്ലാം ആരാധ്യശുദ്ധികളായിരുന്നു, ആലോകനീയ വിഭൂതിയെല്ലാം ആലോചനാമൃതമായിരുന്നു. ആരും വിതയ്ക്കാതെ കൊയ്യുകില്ല പാരിൻ്റെ മാറിലെ പൊൻഫലങ്ങൾ. കാലം പതുക്കയൻ കൺ തുറന്നു, ബോധം തെളിഞ്ഞു ഞാൻ അമ്പരന്നു. ഭൂമിയുടെ മാറിടത്തിൽ, ഭൂമിയുടെ മടിത്തട്ടിൽ താനിപ്പോൾ കാണുന്നതെല്ലാം അഴകാർന്ന സത്യങ്ങളാണ്. ആരാമത്തിൻ്റെ ഭംഗി പകർന്നതെല്ലാം ആരാധ്യങ്ങളായ സംശുദ്ധികളായിരുന്നു. എൻ്റെ ഹൃദയം ശുദ്ധമാകണമായിരുന്നു. മനസ്സ് ശുദ്ധമായാലേ ശുദ്ധമായതിനെ തിരിച്ചറിയാനാകൂ. എൻ്റെ കൺമുന്നിൽ കണ്ട ഐശ്വര്യങ്ങളെല്ലാം ആലോചനാമൃതങ്ങളായിരുന്നു. വിണ്ണിൽ കണ്ണും നട്ടു നിൽക്കുന്ന മാമരങ്ങൾ പോലും മാറത്ത് പൂമാലയും ചാർത്തിയാണല്ലോ നിൽക്കുന്നത്. ഈ പ്രാപഞ്ചിക സത്യത്തെ കണ്ട മുടിയൻ പുത്രൻ ഇവിടെ ഇതാ ചിന്താമഗ്നനായി നിലനിൽക്കുന്നു. അവൻ പാടത്തേക്ക് നോക്കുമ്പോൾ
പാറിപ്പറക്കുന്ന പ്രാവുകൾ അവയുടെ അഴകാർന്ന കൊക്കുകളിൽ കതിർ നിറച്ചിരിക്കുന്നു. ഇത് കണ്ടിട്ട് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു, ആരും വിതയ്ക്കാതെ കൊയ്യുകില്ല പാരിൻ്റെ മാറിലെ പൊൻഫലങ്ങൾ. പ്രേമസംഗീതത്തിൽ ഉള്ളൂർ പറയുന്നത് പോലെ വിതച്ച വിത്തിൻ ഫലത്തെ നാം കൊയ്യൂ. മുടിയൻ പുത്രൻ പറയുന്നു, താൻ വിതച്ചത് കൽമഷമാണ്, പാപമാണ്, തിന്മയാണ്. കാമക്രോധ മോഹാദികളിൽ രമിച്ച് ഉല്ലസിച്ചവനാണ് ഞാൻ. എനിക്ക് കൊയ്യാൻ അതേ ലഭിക്കൂ. തിന്മ ലോകത്ത് വിതച്ച് നന്മ കൊയ്യാൻ ഒരിക്കലുമാകില്ല. ആ ഹൃദയവേദനയോടെ പ്രാപഞ്ചിക സത്യത്തെ നോക്കി കേഴുന്ന മുടിയൻ പുത്രന്റെ ചിത്രമാണ് ഇവിടെ കാണുക. തുടർന്ന് കവി പറയുന്ന വരികളിതാണ്, കാലം പതുക്കെ എൻ കൺ തുറന്നു, ബോധം തെളിഞ്ഞു ഞാൻ അമ്പരന്നു. ഇവിടെ ബോധോദയമുണ്ടായി നിൽക്കുന്ന ഈ മനുഷ്യൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോകുന്നു. പൊള്ളുന്ന മണൽക്കാട്ടിലൂടെ, മുള്ളുകൾ നിറഞ്ഞ പാതകളിലൂടെ, നഗ്നപാതനായി നെഞ്ചിൽ കുനിഞ്ഞുകൂടിയ വിഷാദത്തോടെ, വിങ്ങിക്കുഴഞ്ഞ മനസ്സോടെ, വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്ന മുടിയൻ പുത്രനെ നമ്മളിവിടെ കാണുന്നു. മടങ്ങി വരാൻ മനസ്സില്ലാതെ പാപവഴികളിൽ രമിച്ചു പുളച്ചു നടക്കുന്ന മുടിയൻ പുത്രന്മാർ. മക്കളില്ലാത്ത ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖമെന്ന് നാം പറയാറുണ്ട്, അനബദ്ധ ദുഃഖം. മക്കളുണ്ടായിപ്പോയതിലുള്ള അതിരറ്റ ദുഃഖം അനുഭവിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് ഏറെയാണ്. സ്വന്തം ഭവനങ്ങളിലെ പരിമിതികളോട് പൊരുത്തപ്പെടാനാകുന്നില്ല. മാതാപിതാക്കളുടെ വേദനകളും കഷ്ടതകളും അവർ തിരിച്ചറിയുന്നില്ല. അയൽവക്കത്തെ വീടുകളിൽ ജനിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന ദുരാഗ്രഹം, ആർത്തിയും സുഖഭോഗങ്ങളും ആഡംബരവുമാണ് ജീവിതമെന്ന് ചിന്തിക്കുന്നവർ. അവരോട് മുടിയൻ പുത്രൻ പറയുന്ന വാക്കുകൾ ഇതാണ്, അപ്പൻ്റെ വീട് പോലെ സുരക്ഷിത സ്ഥാനം മറ്റെങ്ങുമില്ല. അവിടേക്കുള്ള വഴിയാണ് യഥാർത്ഥ വഴി. അപ്പൻ്റെ വീട് പോലെ സുരക്ഷിത സ്ഥാനം മറ്റെങ്ങുമില്ല. അവിടേക്കുള്ള വഴിയാണ് യഥാർത്ഥ വഴി. ഇതിനോടനുബന്ധമായി തന്നെ നാം നോക്കുമ്പോൾ ഇടുക്കുവഴിയെക്കുറിച്ചും നമുക്ക് കാണാനാകും. മുടിയൻ പുത്രൻ്റെ ജീവിതാനുഭവങ്ങളെ രണ്ട് ഭാഗങ്ങളായി നമ്മൾ വേർതിരിക്കുമ്പോൾ, ആദ്യ ഭാഗം പിതാവിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന മകൻ, ഇപ്പോഴിതാ തിരികെ വരുന്ന മകൻ്റെ ചിത്രമാണ്. തിരികെ വരുന്ന മകൻ നടക്കുന്ന വഴികൾ ഇടുക്കുവഴികളാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, മുള്ളുകൾ നിറഞ്ഞ പാത. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയാറുണ്ട്, ക്രിസ്തീയ ജീവിതമെന്നത് പൊള്ളുന്ന ചൂട്, വിള്ളലുള്ള വഴി, അല്ലലുള്ള വ്യവസ്ഥിതി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇവിടെ ഈ മനുഷ്യൻ ഇടുക്കുവഴിയിലൂടെ, രാജവീതിയിലൂടെ, മോക്ഷവഴിയിലൂടെ തൻ്റെ പിതാവിൻ്റെ സമീപത്തേക്ക് വരുന്നു. അതാണ് നമ്മളിവിടെ കാണുക. മോക്ഷവഴിയിലൂടെയുള്ള പ്രയാണത്തിന് സന്യാസമോ തപസ്സോ ആവശ്യമില്ല. അത് യേശു കാണിച്ചു തന്ന വഴിയാണ്. അനേകരെ നടത്തിയ വഴി, ഇന്നും നടത്തുന്ന വഴി, നാളുകളിൽ നടക്കേണ്ടുന്ന വഴി, അത് യേശുവാണെന്ന കാര്യം നമ്മൾ ഓർക്കുക. 120 വർഷം നോഹ പ്രസംഗിച്ചു, നിങ്ങളുടെ വഴി തെറ്റാണെന്ന് പറഞ്ഞു. ആരും അത് ശ്രദ്ധിച്ചില്ല. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം അനുതപിച്ചു. നോഹ ദൈവവഴികളിൽ നടന്നു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. കൃപയുടെ വാതിൽ നമുക്കായി തുറന്നു കിടക്കുന്നു. ഇന്ന് അനേകരുടെ വഴികൾ ആപൽക്കരമാണ്. സദൃശ്യവാക്യം 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും,
അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. മനുഷ്യൻ്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, അവൻ്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. ജീവിതത്തിൽ തെറ്റു മനസ്സിലാക്കാൻ വൈകിയാൽ ജീവിതം നശിക്കുമെന്ന യാഥാർത്ഥ്യം ഇവിടെ നമ്മൾ ഓർക്കണം. തെറ്റു മനസ്സിലാക്കാൻ വൈകിയാൽ നമ്മുടെ ജീവിതം നശിക്കും. ടോൾസ്റ്റോയിയുടെ ഒരു കൽപ്പിത കഥ ചുരുങ്ങിയ വാക്കുകളിൽ ഞാനിവിടെ വിവരിക്കട്ടെ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു ചെറുവഞ്ചിയിലിരിക്കുന്നതായി എനിക്ക് തോന്നി. അറിയപ്പെടാത്ത ഒരു തീരത്തു നിന്ന് ആരോ വഞ്ചി തള്ളിയിറക്കി. മറുകരയിലെത്തണമെന്നതാണ് ലക്ഷ്യം. ഒരുവൻ ഒരു നയമ്പ് എൻ്റെ കയ്യിലേൽപ്പിച്ചു. ഞാൻ ഏകനായി യാത്ര തുടർന്നു. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന നയമ്പ് ഉപയോഗിച്ച്, തുഴ ഉപയോഗിച്ച് എത്ര വേഗത്തിൽ മുന്നോട്ട് പോകുവാൻ ഞാൻ ശ്രമിക്കുന്നുവോ അത്രയും ഒഴുക്ക് വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആ ഒഴുക്ക് ലക്ഷ്യത്തിൽ നിന്ന് എന്നെ വ്യതിചലിപ്പിക്കാൻ തുടങ്ങി. മറ്റനേക വഞ്ചിക്കാരെയും ഞാൻ കണ്ടു. അവരും ഒഴുക്കിൽപ്പെട്ട് ലക്ഷ്യം തെറ്റിപ്പോകുകയാണ്. പലരും ഇപ്പോൾ തുഴയെല്ലാം ദൂരേക്കെറിഞ്ഞു ഒഴുക്കിനൊപ്പം നീന്തുന്നു. പലരും നയമ്പ് വലിച്ച് എതിർഭാഗത്തേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷേ ഗതി താഴോട്ട് തന്നെ. അങ്ങനെ അല്പദൂരം ചെല്ലുമ്പോൾ അല്പമകലെയായി ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ കേൾക്കുന്നു. താൻ നോക്കുമ്പോൾ തനിക്ക് മുമ്പേ ഒഴുക്കിനൊത്ത് നീന്തിയ അനേകർ അതിൽപ്പെട്ട് നശിക്കുന്നു. ഞാനും നശിച്ചു പോകുമല്ലോ എന്നെനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് സുബോധം വന്നു. പുറകോട്ട് നോക്കിയപ്പോൾ ഒഴുക്ക് മുറിച്ച് മുന്നേറുന്ന ചില വഞ്ചിക്കാരെ ഞാൻ കണ്ടു. അപ്പോഴാണ് പോകേണ്ട മറുകരയെപ്പറ്റിയും എൻ്റെ കയ്യിലിരിക്കുന്ന നയമ്പിനെക്കുറിച്ചും എനിക്ക് ഓർമ്മ വന്നത്. മറുകരയിലെത്താൻ ഒഴുക്കിനെതിരെ തുഴയാൻ ഞാനപ്പോൾ ആരംഭിച്ചു. ഇവിടെ മറുകര എന്ന് അർത്ഥമാക്കുന്നത് ദൈവത്തെയാണ്. ഒഴുക്ക് പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നു. നയമ്പ് സ്വതന്ത്രമായ തീരുമാന ശക്തിയെ ഓർപ്പിക്കുന്നു. ഇന്ന് ദൈവം നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനുള്ള കഴിവുകൾ നൽകിയിരിക്കുന്നു. സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം നമുക്ക് പ്രാപ്തി തന്നിരിക്കുന്നു. എന്നാൽ പലപ്പോഴും ഒഴുക്കിൻ്റെ ഗതിക്കനുസരിച്ച് അപകട സാധ്യതയിലേക്ക് നീന്തിയടുക്കുന്നവരല്ലേ നമ്മൾ എന്ന് നമ്മോട് തന്നെ നാം ചോദിക്കണം. യഹോവയിലുള്ള ആശ്രയവും അവിടത്തോടൊപ്പമുള്ള യാത്രയും നിന്റെ ജീവിതത്തിന് ലക്ഷ്യം നൽകുന്നു. കർത്താവിനോടൊപ്പം നടന്ന് വിസ്മയ കാഴ്ചകൾ കാണാൻ നിന്റെ ഇപ്പോഴത്തെ വഴികൾ നീ ഉപേക്ഷിക്കണം. സ്വന്തം കഴിവുകളിലും ശക്തികളിലും ആശ്രയിക്കുന്ന വ്യർത്ഥ മനുഷ്യൻ യേശുവിൻ്റെ വഴിയെ നടക്കാൻ അവൻ്റെ മൂഢത്വം ഉപേക്ഷിക്കണം. സദൃശവാക്യങ്ങളിൽ നാം വായിക്കുന്നു, നീതിമാന്റെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു. ക്രിസ്തുവിൻ്റെ മാർഗം പിൻഗമിക്കുന്നു എന്നവകാശപ്പെടുന്ന നമ്മൾ അനേകരെ ആ മാർഗത്തിലേക്ക് നയിക്കേണ്ടവരാണ്. നമുക്കതിന് കഴിയുന്നുണ്ടോ? ക്രിസ്തു കാട്ടിയ വഴി ക്രൂശിൻ്റെ വഴിയാണ്. ക്രൂശിൻ്റെ ദർശനം മങ്ങിപ്പോയ ക്രിസ്തു ശരീരമാകുന്ന സഭയ്ക്ക് പാദഭ്രംശം സംഭവിച്ചിരിക്കുന്നു. ലോകത്തിന് ശരിയായ ദർശനം നൽകാൻ കഴിഞ്ഞെങ്കിൽ എന്നാശിക്കുന്നു. ക്രിസ്തുവാകുന്ന വഴിയെ സഞ്ചരിക്കാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, കാൽവരിയിലെ ഇരുളടഞ്ഞ കുന്നിൻ മുകളിലേക്കുള്ള ആ യാത്ര.
ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് പ്രഖ്യാപിച്ച ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഈ സന്ദർഭത്തിൽ നമ്മോട് തന്നെ നാം ചോദിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ വഴികൾ പാപവഴികളാണ്. പാപവഴികളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ആ വഴികളിൽ ജീവനില്ല, രക്ഷയില്ല, ഭാഗ്യമില്ല, അനുഗ്രഹമില്ല. ഇന്നലകളിലേക്ക് ആത്മനിർവേദത്തോടെ തിരിഞ്ഞു നോക്കുക. അപ്പോൾ നമുക്ക് ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 250 പാട്ട് നമുക്ക് പാടാം. നമുക്ക് തലവണക്കി പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ, ഈ ദിവസം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹീതമായ ആരാധനയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾക്കൊരുമിച്ച് വചനം ധ്യാനിക്കുവാൻ അവിടുന്ന് അവസരം തന്നു. അങ്ങാണ് വഴിയെന്നും
അങ്ങയുടെ വഴിയിലൂടെ നടക്കുവാൻ ഞങ്ങളെ വചനം പ്രബോധിപ്പിക്കുമ്പോൾ അവിടത്തോടൊപ്പം നടക്കുവാൻ അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ പകരണമേ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിച്ച് എല്ലാവരെയും ആശീർവദിക്കണമേ. പ്രത്യേകിച്ച് നാഥ, ഭവനങ്ങളിൽ വിവിധ ഇടങ്ങളിലായിരുന്നു ദൈവസന്നിധിയിൽ തങ്ങളെ സമർപ്പിച്ച നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇടവകയിൽ എല്ലാ കുടുംബങ്ങൾക്കായും വ്യത്യസ്ത ആവശ്യങ്ങളോടിരിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രത്യേകാൽ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യവും സന്തോഷവും സമാധാനവും അങ്ങ് നൽകണമേ. ഈ നാളുകളിൽ നിലനിൽക്കുന്ന ഞങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നു. അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള എല്ലാ കൃപകളും സ്വർഗത്തിൽ നിന്ന് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ തുടർന്നും ഞങ്ങളെ നടത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടിപ്പിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജാവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു രക്ഷിക്കട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. കർത്താവ് തൻ്റെ മുഖപ്രകാശം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും കാവലും പ്രിയമുള്ളവരെ നിങ്ങളോടുകൂടെ എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ.